വൃക്കസ്തംഭനം സംഭവിച്ച് ഡയാലിസിസിന് വിധേയരായിരിക്കുന്നവരോടൊപ്പം ഓണം ആഘോഷിച്ച് ജീവധാര ഫൗണ്ടേഷനും പ്രൂഡന്റ് ഗുരുകുലവും മാതൃകയായി. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുൻ MLA PJ ജോയ് നിർവഹിച്ചു. അങ്കമാലി പീച്ചാനിക്കാട് പ്രൂഡൻസ് ഗുരുകുലം ജീവധാര മിനി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ജീവധാര ഫൗണ്ടേഷന്റെയും പ്രൂഡന്റ് ഗുരുകുലത്തിന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തിയത്. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുൻ MLA PJ ജോയ് നിർവഹിച്ചു. ജീവധാര ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള പറഞ്ഞു. 50,000-ഓളം ഡയാലിസിസ് നടത്താൻ നേതൃത്വം കൊടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആശുപത്രിക്കാരും സൗജന്യമായി ചെയ്യില്ല. ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ മുൻ അംഗം ഡോക്ടർ MP ആന്റണി മന്നളി ഓണസന്ദേശം നൽകി. ഹോസ്പിറ്റൽ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങൾ. ചെറിയ രീതിയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ സംസാരിക്കുമ്പോൾ തന്നെ കുറെ സങ്കടങ്ങളൊക്കെ തീരുമെന്നാണ് കണ്ടത്. ചടങ്ങിൽ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ മുഖ്യപ്രഭാഷണം നടത്തി. അതാണ് ആദ്യം അറിയേണ്ടത്. നമ്മളത് തെറ്റു കുറ്റമായ കാര്യം ചെയ്തിട്ടും നീ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്നും അതുകൊണ്ട് ഞാനിത് അനുഭവിച്ച് തീരുമെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരവും കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. വിജയികൾക്ക് അങ്കമാലി മുനിസിപ്പൽ വാർഡ് കൗൺസിലർ അംഗം ജസ്മി ജിജോ സമ്മാനങ്ങൾ നൽകി. പ്രൊജക്ട് കോർഡിനേറ്റർ അമൽ KP റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൃക്കസ്തംഭനം സംഭവിച്ച് ഡയാലിസിസിന് വിധേയരായിരിക്കുന്നവരോടൊപ്പമാണ് ഓണാഘോഷം നടത്തിയത്. ജീവധാര ഫൗണ്ടേഷൻ സെക്രട്ടറി റോയ് P ജോസ്, ട്രഷറർ സിജു ജേക്കബ്, കമ്മിറ്റി അംഗങ്ങളായ ജോസ് പോൾ കോയിക്കര, അമൽ KP, C ജോസഫ്, ഷാബു വർഗീസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.